വീണ്ടും ഒരു കഥ കേൾക്കാം. ഓർമ്മയിലെ ഓളങ്ങൾ. രചന വിനീത രാമചന്ദ്രൻ. അവതരണം അശ്വിനി സൂര്യ ഇടവന. കാർത്തിച്ചി, ഒന്നിങ്ങ് വന്നേ. എന്തെന്നാപ്പ ഇവളിങ്ങനെ എന്നെ വിളിക്കുന്നേ? ഒന്ന് പോയി നോക്കിയിട്ട് വരാം. റീനെ, നീ എന്തിനാ എന്നെ വിളിച്ചേ? ഓ, അതുണ്ടല്ലോ കാർത്തിച്ചി, നിങ്ങൾക്കൊരു സാധനം വേണോന്ന് വെച്ചിട്ട് ഞാൻ വിളിച്ചാ. അതെയാ? എന്തെന്നാ സാധനം? നിങ്ങൾക്കൊരു കഷ്ണം കരിമ്പ് വേണോ? എന്താ അപ്പ, കരിമ്പാ? ഇപ്പൊ എനിക്കിടുന്ന് കിട്ടീനി? അതെല്ലാം കിട്ടീനപ്പാ, അന്റെ ഒരു ചങ്ങായി കൊണ്ട് തന്നെയാ. എന്റെ മോളെ, ഈ പല്ലില്ലാത്ത ഞാൻ എങ്ങനെ കരിമ്പ് തിന്നാനാ മോളെ? എന്റെ മോന്റെ കുഞ്ഞിക്ക് കൊടുക്കാം. നീ ഒരു കഷ്ണം എനിക്ക് തന്നേക്ക്. എനിക്ക് കുറെ കിട്ടീനാ? ഇല്ലപ്പാ, 3-4 കരിമ്പേ ഉള്ളൂ. കുറച്ച് പാഷൻ ഫ്രൂട്ടും കൊണ്ട് തന്നിന്. അതെയാ? നല്ല ചങ്ങായിച്ചി തന്നെ. എനിക്കറിയോ റീനെ, പണ്ട് സ്കൂളിൽ പോയാല് വെള്ളിയാഴ്ച ദിവസം നമ്മൾ അങ്ങനെ കരിമ്പ് വെക്കാൻ പോകും. രാവിലെ ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾ പറയും, ഇന്ന് ചാലിലെ വളപ്പിൽ കരിമ്പ് കൊത്തുന്നുണ്ടെന്ന്. ഉച്ചയാവാൻ എല്ലാരും കാത്തു നിൽക്കും. പാറു ചേച്ചീന്റെ അടുത്തുനിന്ന് കഞ്ഞിയും വാങ്ങി കുടിച്ച് നമ്മൾ 3-4 കുട്ടികൾ കരിമ്പ് പെറുക്കാൻ ഓടും. എന്നാലോ, കരിമ്പ് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോ ചാലിലെ കുഞ്ഞിരാമാട്ടൻ ഓടിയെത്തു. തുമ്മാനും ചവച്ച്, ആരാടാ എന്റെ തോട്ടത്തിൽ കയറി കരിമ്പ് പൊട്ടിക്കുന്നത് എന്നൊരു ചോദ്യവും ചോദിച്ച് ഓടി വരുന്നുണ്ടാവും. നമ്മള് പിള്ളേര് കിട്ടിയ കരിമ്പും അവിടെ ചാടിയിട്ട് ജീവനം കൊണ്ടോടും. എന്നിട്ടോ ആ ഓട്ടം നിൽക്കുന്നത് സ്കൂളിലെത്തുമ്പോ. അപ്പോഴത്തേക്കു മാഷ് ക്ലാസ്സിൽ വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. ശ്വാസം കഴിക്കുന്നത് തന്നെ ക്ലാസ്സിൽ വന്നിട്ടാവും. അതല്ല ഒരു നല്ല കാലം. ആ, അത് ശരിയാ. നമ്മളും ഇങ്ങനെ തന്നെയായിരുന്നു. മറക്കാൻ പറ്റാതൊരു കാലം. റീനക്കറിയോ, എന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭവം കൂടി ഈ കരിമ്പ് തീർത്തിട്ടുണ്ട്. എന്നാ കാർത്തിയേച്ചി? എന്റെ ഗോയിനാട്ടിനെ നിനക്കറിയാ? കരിമ്പ് വെട്ടുന്ന കാലമായാല് ഓർ അതിനാ പോന്ന്. ഒരു ദിവസം വൈകുന്നേരമായിട്ടു എന്റെ ഓൻ തിരിച്ചു വന്നില്ല. പണിക്ക് പോയാല് കുറച്ച് കള്ളൊക്കെ കുടിച്ചിട്ടേ വരാറുള്ളു. എത്ര കുടിച്ചാലും കൃത്യ സമയത്ത് എത്താറുണ്ട്. അന്നൊരു ദിവസം എന്റെ ഗോവിനാട്ടെ. അയ്യയ്യേ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ. എന്നിട്ട് എന്നാ സംഭവിച്ചേ? എന്നിട്ടെന്റെ മോളെ, നിനക്കറിയോ, എവിടേക്കോ ചെന്ന് അന്വേഷിച്ച്, എന്നിട്ടും ആർക്കും കണ്ടെത്താൻ സാധിച്ചില്ല. പിറ്റേ ദിവസം കരിമ്പും തോട്ടത്തിൽ വന്ന പണിക്കാരാന്ന് കോയിനാട്ടിനെ അവിടെ കണ്ട്. മരിച്ചു കിടക്കുന്ന കാഴ്ചയാ മോളെ കണ്ട്. എന്റെ മക്കൾക്കും കരിമ്പൊന്ന് വെച്ച ജീവനാ. പക്ഷെ എന്നെ കോയിനാട്ടെ എന്നേക്കുമായി എന്നെയും കുടുംബത്തെയും വിട്ടു പോയില്ലേ. അല്ല കാർത്തിയേച്ചി, ഗോയിനാട്ടൻ എങ്ങനെയാ മരിച്ചേ? പാമ്പ് കടിച്ചിട്ടായിരുന്നു റീനെ. പണിക്കാരോട് പറഞ്ഞ് കുറച്ച് കരിമ്പ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എടുക്കാൻ പോയതാ. പക്ഷെ സന്ധ്യാസമയം ആയോണ്ടാന്ന് തോന്നുന്നു കരിമ്പിന് പകരം എടുക്കാൻ നോക്കിയത് പാമ്പിനെ ആയിപ്പോയി. ചോലക്കരികെ കിടന്ന പാമ്പിനെ ഗോയിനാട്ടം കണ്ടില്ല. നല്ല വിഷമുള്ള ഇനാ. അപ്പൊ തന്നെ അവിടെ വീണിട്ടുണ്ടാകും. ആരെയും വിളിക്കാൻ എന്റെ ഗോയിനാട്ടിന് കഴിഞ്ഞില്ലല്ലോ. എന്നെ വിധവയാക്കിയിട്ട് അദ്ദേഹം പോയില്ലേ. കാർത്തിയേച്ചി, ഇനി അതെല്ലാം ഓർത്തിട്ട് എന്നാ കാര്യോ? പോകേണ്ടവര് പോയി. ഇനി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. അതെ റീനെ, അത് തന്നെയാ ഞാനിപ്പോ ചെയ്യുന്നത്. എന്നാ ഞാൻ പോട്ടെ റീനെ, വീട്ടില് കുറച്ച് പണിയുണ്ട്. ശാന്തന്റെ വീട്ടില് ചാണം പാരാൻ പോകുമ്പോ നിന്റെ വിളി കേട്ട്. എന്നാലും എനിക്ക് കരിമ്പ് തരാൻ തോന്നിയല്ലോ മോളെ. അതുകൊണ്ട് എന്തൊക്കെയോ മനസ്സിൽ പതിഞ്ഞു പോയതല്ലേ. നിങ്ങൾ ചെല്ലു കാർത്തിയേച്ചി. ഇപ്പോൾ കേട്ടത് വിനീത രാമചന്ദ്രൻ എഴുതിയ ഓർമ്മയിലെ ഓളങ്ങൾ എന്ന കഥ. അവതരിപ്പിച്ചത് അശ്വിനി സൂര്യ ഇടവന.